ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ദണ്ഡവിമോചനത്തിൻ്റെ രണ്ടാമത്തെ പങ്കുവയ്ക്കലാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ എന്തുമാത്രം അറിവുകൾ നേടിയാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അറിവുകൾ കുറേ നേടിയോ എന്ന് ചോദിച്ചിട്ടല്ല അന്ത്യവിധിയിൽ നമുക്ക് വലതുഭാഗം കിട്ടുക. സ്നേഹത്തിൻ്റെ നിരസനമുണ്ടായിരുന്നോ? എങ്ങനെയാണ് നീ സ്നേഹം ലോകത്ത് പങ്കുവെച്ചത്? കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 1470 ഇങ്ങനെ വായിക്കും: ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതാണ് ഇത്. നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് എന്തുമാത്രം പുതിയ 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 അറിവുകൾ കിട്ടിയാലും നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഇല്ലാതെ പോയാൽ, അതല്ലെങ്കിൽ ദൈവസ്നേഹമുണ്ട് എന്ന് പറയുകയും പരസ്നേഹമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തുമാത്രം അറിവുണ്ടെങ്കിലും അന്ത്യവിധിയിൽ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയേയില്ല, നീ ഏതാ എന്ന് ചോദിക്കും. കാരണം ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. കുരിശിൽ കിടന്നതും സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. നമ്മൾ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് കേൾക്കും, വ്യാഖ്യാനങ്ങൾ കേൾക്കും, വളരെ വളരെ കാര്യങ്ങളൊക്കെ കാണും, കേൾക്കും. ഇതൊക്കെ കേട്ടിട്ടും സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹത്തോടു കൂടെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളോട് സ്നേഹത്തോടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ അറിവ് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ അറിവുകളൊന്നും പാപമല്ല. അറിവ് നമുക്ക് വേണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് നമുക്ക് വേണ്ടത് തന്നെയാണ്. അതിനേക്കാൾ ഉപരി സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. നമ്മൾ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാപത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. പാപം 2 തരമാണ്. ഒന്ന് ലഘുപാപവും മാരകപാപവും നമ്മൾ കേട്ടിട്ടുണ്ട്. പാപം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ലഘുപാപം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വിരുദ്ധമായ പ്രവൃത്തി തന്നെ. പക്ഷെ ആ പാപത്തിൽ ദൈവവുമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല. മാരകപാപം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്താൽ സ്വയം തീരുമാനിച്ച് ദൈവത്തിനോട് നിന്ദയും ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധവും ഇനി ഒരിക്കലും സ്നേഹത്തിൽ ഒന്നാകില്ല എന്ന തീരുമാനത്തിലുമൊക്കെയാണ് മാരകപാപങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പാപം മാരകപാപമായാലും ലഘുപാപമായാലും മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? മോക്ഷം കിട്ടാൻ ആദ്യം തന്നെ നമ്മൾ പാപം ചെയ്തു പോയല്ലോ എന്ന് അനുതപിക്കണം. ആ അനുതാപം നമ്മളെ വിശുദ്ധ കുമ്പസാരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണം. കുമ്പസാരക്കൂട്ടിൽ നമുക്ക് പാപത്തിൻ്റെ മോചനം കിട്ടും. പാപത്തിൻ്റെ മോചനം എന്ന് പറഞ്ഞാൽ കുമ്പസാരക്കൂട്ടിൽ കയറിയാൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഇറ്റേണൽ പണിഷ്മെൻറ്റ്. ഈ പാപം മൂലം നമുക്ക് നിത്യനരകമാണ്, നിത്യശിക്ഷയാണ് എങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഒഴിവ് കിട്ടും. ഗിൽറ്റ് ഓഫ് സിൻ, ആ പാപം ചെയ്തതിൻ്റെ കുറ്റം നമ്മളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. പക്ഷേ ബാക്കി പിന്നെയും നിൽക്കും. അതാണ് ടെമ്പററി പണിഷ്മെൻറ്റ്, താൽക്കാലിക ശിക്ഷ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി കണ്ടതാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ താൽക്കാലിക ശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടാനാണ് നമ്മൾ ഈ ദണ്ഡവിമോചനങ്ങളെ ആശ്രയിക്കുന്നത്. കാരണം നമ്മുടെ പാപത്തിൻ്റെ കടം ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ടെങ്കിൽ അതായത് ജയിലിൽ നമ്മളൊരു പാപത്തിന് ഒരു തെറ്റ് ചെയ്തു ശിക്ഷിക്കപ്പെട്ടു, ജയിലിൽ കിടന്നു, 15 വർഷമോ 20 വർഷമോ ഒക്കെ കിടക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ വേറെ ഒരാൾ അതിന് പരിഹാരമായിട്ട് ഒരു മറുമരുന്ന്, അങ്ങനെ ഒരു മരുന്ന് ചെയ്താൽ, അതായത് അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് അതിൽ നിന്ന് ഇളവ് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ആ ശിക്ഷ 20-ൽ നിന്ന് 15 കുറയും.
ഇത് തന്നെയാണ് ഇവിടെ താൽക്കാലിക ശിക്ഷ. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ആ പരിഹാരം എന്തുമാത്രമുണ്ടോ അതിനനുസരിച്ച് നമ്മളിവിടെ സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും പ്രായച്ചിത്തം ഉപവാസം ഇതൊക്കെ ചെയ്ത് മാപ്പാക്കണേ, കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ആ കടം കുറേശ്ശെ ഇളവ് ചെയ്ത് കിട്ടും. അതിനേക്കാൾ നമ്മുടെ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നും നമുക്ക് ഇളവ് നൽകുന്നുണ്ട്. അതായത് ഇന്ന പ്രവൃത്തികൾ ചെയ്താൽ ഇത്ര ദിവസത്തെ ദണ്ഡവിമോചനം കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ഈ പുതിയ നിയമപ്രകാരം നമ്മൾ ദിവസങ്ങൾ പറയണ്ട എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇന്ന പ്രവൃത്തികൾ ചെയ്താൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ദിവസത്തേക്ക് ഇന്ന ദണ്ഡവിമോചനമുണ്ട്. അങ്ങനെയുള്ള ദണ്ഡവിമോചനങ്ങൾ നമ്മൾ പ്രാപിച്ചെടുത്ത് നമ്മുടെ താൽക്കാലിക ശിക്ഷയുടെ പരിഹാരത്തിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുന്നു. അതാണ് ദണ്ഡവിമോചനം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സഭയാകുന്ന നമ്മുടെ തറവാട് നമുക്ക് തരുന്ന ഒരു നല്ല ഓഫറാണ് ഈ ദണ്ഡവിമോചനങ്ങൾ. അപ്പോൾ ദണ്ഡവിമോചനങ്ങളുള്ള പ്രാർത്ഥനകൾ കൂടുതൽ ചെല്ലുന്നതാണ് ഉത്തമം. അതാണ് പരിശുദ്ധ അമ്മ എവിടെയും പറയുന്നത്. അപ്പോൾ ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ നേടിയെടുത്ത് കാഴ്ചവെക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മളൊരു ത്ലാസിനെ മനസ്സിൽ കണ്ടാൽ മതി. ത്ലാസിൻ്റെ ഒരു തട്ടിൽ പാപം കെടുക്കുകയാണ്, മറ്റേ തട്ടിൽ നമ്മുടെ പരിഹാര പ്രവൃത്തികൾ. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മൾ പാപം ചെയ്തു എങ്കിലും മുഴുവനും നമ്മൾ പാപമല്ലല്ലോ ചെയ്യണത്. നമുക്ക് പാപം വന്നു പോകുന്നതാണ്, തെറ്റുപറ്റുന്നതാണ്. പക്ഷെ നമ്മൾ നന്മയും ചെയ്യുന്നുണ്ട്. ആ നന്മകളും ത്ലാസിൽ വെച്ച് തൂക്കി നോക്കുന്നുണ്ട്. അപ്പോൾ പാപവും പരിഹാരവും സൽപ്രവൃത്തികളും രണ്ട് തട്ടിലാണ്. അങ്ങനെ ഈ രണ്ട് തട്ടിൽ നിൽക്കുന്ന ഈ ത്രാസിൻ്റെ തട്ടുകൾ, പാപത്തിൻ്റെ തട്ട് വളരെ വെയിറ്റ് കൂടുതലും നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളുടെ തട്ട് വളരെ വെയിറ്റ് കുറഞ്ഞുമാണ് നിൽക്കുന്നതെങ്കിലോ. അപ്പോൾ വിധികർത്താവ് അത് തൂക്കി നോക്കുമ്പോൾ തട്ടുകളൊന്നും സെയിം അല്ല. അപ്പോൾ ഈ പാപത്തിൻ്റെ ആ വെയിറ്റ്, പരിഹാരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നന്മ പ്രവൃത്തികളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ചെയ്ത് മറ്റേ തട്ടിലിടണം. അപ്പോൾ അത് വെയിറ്റ് കൂടി വരും. അവസാനം രണ്ടും ഒന്നാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഈ പാപത്തിൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, നമ്മുടെ പരിഹാരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞു നിൽക്കുകയാണ്. അവസാന വിധിയിൽ ഈ ത്ലാസ് നമ്മുടെ അടുത്ത് മാലാക തൂക്കി കാണിച്ചു തരും. നിന്റെ ത്ലാസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നീ പാപം ചെയ്തു, ഓക്കെ, എന്ത് ചെയ്യും? നീ ബലഹീനയാണ്. പക്ഷെ നീ ആ പാപത്തിൻ്റെ പരിഹാരം, മാപ്പ് പറച്ചിൽ, എളിമപ്പെടൽ, സൽപ്രവൃത്തികൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ പാപത്തിൻ്റെ തട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ പാപത്തിൻ്റെ തട്ടിൻ്റെ ഒപ്പം പരിഹാരം എത്താൻ വേണ്ടി ദൈവം നമുക്ക് ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് തന്നെ സഹനങ്ങൾ തരും. പലതരത്തിൽ കുടുംബജീവിതത്തിലോ സമൂഹ ജീവിതത്തിലൊക്കെ പലതരം സഹനങ്ങൾ തരും. ഈ സഹനങ്ങളൊക്കെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെച്ചാൽ നമ്മുടെ ത്രാസിൻ്റെ പരിഹാര പ്രവൃത്തി, സൽപ്രവൃത്തികളുടെ തട്ട് പതുക്കെ താഴ്ന്നു വരും. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന, അനുദിന ജീവിതത്തിൽ കിട്ടുന്ന കുരിശുകൾ വേണ്ട എന്ന് പറയാതെ ആ കിട്ടുന്ന കുരിശുകളൊക്കെ, രോഗമായാലും ഒറ്റപ്പെടലായാലും വേദനയായാലും, ആ കുരിശുകളൊക്കെ എടുത്ത് നമ്മുടെ മറ്റേ തട്ടിൽ, സൽപ്രവൃത്തികളുടെ പരിഹാരത്തിൻ്റെ തട്ടിൽ കാഴ്ചവെക്കണം. ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയെ ഓർത്ത് കാഴ്ചവെക്കണം. അങ്ങനെ കാഴ്ചവെക്കുമ്പോൾ ഈ പരിഹാരത്തിൻ്റെ തട്ട് താഴ്ന്നു വരും. നമ്മൾ എന്ത് ചെയ്തിട്ടും ഈ തട്ട് താഴുന്നില്ല. എന്നാൽ പെട്ടെന്ന് തട്ട് താഴാനുള്ള സൂത്രപ്പണിയാണ് ദണ്ഡവിമോചനങ്ങളെ പ്രാപിച്ചെടുക്കുക എന്നത്. കാരണം ആ ദണ്ഡവിമോചനങ്ങൾ സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് കിട്ടുന്നത്. സഭയുടെ ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പങ്കുവയ്ക്കൽ പറഞ്ഞു, ഈശോയുടെ പാടുപീടുകളുടെ യോഗ്യത, പരിശുദ്ധ അമ്മയുടെ യോഗ്യത, വിശുദ്ധന്മാരുടെ യോഗ്യത. ഈ യോഗ്യതയിൽ നിന്ന് എടുത്ത് സഭ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പരിഹാരം നടക്കും. അതുകൊണ്ടാണ് ഈ ദണ്ഡവിമോചനങ്ങളെ നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പുണ്യവാന്മാരുടെ ഐക്യം. ഈ പുണ്യവാന്മാരുടെ ഐക്യം വഴി എങ്ങനെയാണ് ദണ്ഡവിമോചനം കിട്ടുക എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സഭ മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സഹനസഭ, സമരസഭ, വിജയസഭ. ഈ
സമരസഭയാണ് നമ്മൾ. അതായത് നമ്മൾ തിന്മയോട് പാപത്തോട് യുദ്ധം ചെയ്ത് അതിനെ ജയിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ് സമരസഭ. അതിനെ നമ്മൾ തീർത്ഥാടന സഭ എന്നും പറയും, പിൽഗ്രിം ചർച്ച്. നമ്മൾ തീർത്ഥാടനം ചെയ്യാണ്, ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി തീർത്ഥാടനം ചെയ്യുന്ന, സമരം ചെയ്യുന്ന സഭയാണ് സമരസഭ, അല്ലെങ്കിൽ തീർത്ഥാടന സഭ, അല്ലെങ്കിൽ പിൽഗ്രിം ചർച്ച്. രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞു സഹനസഭ. അവര് സഹനത്തിൽ കിടന്ന് വിശുദ്ധീകരിക്കപ്പെടുന്ന സഭയാണ്. അതിനെ നമ്മൾ പറയും ശുദ്ധീകരണ സഭ, സാങ്ക്ടിഫയിങ് ചർച്ച് എന്നും പറയും. അപ്പോൾ ഈ സഹനസഭ, ശുദ്ധീകരണ സഭ, സാങ്ക്ടിഫയിങ് ചർച്ച്, ഇതൊക്കെ ഒന്ന് തന്നെ രണ്ടാമത്തെ സഭ. അതായത് ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്ന ആത്മാക്കളാണ് ഇവര്. മൂന്നാമത്തെ സഭയാണ് വിജയസഭ, അത് സ്വർഗീയ സഭ, ഹെവൻലി ചർച്ച്. അതായത് ഈ തിന്മയോടൊക്കെ യുദ്ധം ചെയ്ത് ജയിച്ച് മാലാഖമാരുടെ അടുത്ത് പിതാപുത്ര പവിത്രാത്മനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സഭയാണ് വിജയസഭ, അല്ലെങ്കിൽ സ്വർഗീയ സഭ, ഹെവൻലി ചർച്ച്. അങ്ങനെ 3 സഭകൾ കൂടിയതാണ് നമ്മുടെ സഭ. അപ്പോൾ ഈ സഭയിൽ, നമ്മുടെ സമരസഭയിലുള്ള വിശ്വാസികൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ സഭയുടെ അടിസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നതും അവർക്ക് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയുന്നതും എത്ര വലിയ അബദ്ധമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചേച്ചി ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി വല്ലാണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ വന്നു, ഇയാൾക്ക് എന്തറിയാം? ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടല്ല എനിക്ക് ക്യാൻസർ വന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുൻപേ സഹനത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത്. അന്ന് എനിക്ക് ശുദ്ധീകരാത്മാക്കൾ എന്താന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് അനർത്ഥങ്ങൾ വരും എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെ പറയുന്നവര് സഭയുടെ അടിസ്ഥാന തത്വങ്ങളെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. അപ്പോൾ പോൾ 6 മാർപ്പാപ്പ 1967 പുറത്തിറക്കിയ ഇന്റലിജൻസിയാരും ഡോക്ട്രീൻ ഓഫ് ഇന്റലിജൻസി എന്നുള്ള പ്രമാണരേഖയിൽ ഈ ദണ്ഡവിമോചനങ്ങളെ കുറിച്ചുള്ള ആധികാരികമായ പഠനമുണ്ട്. അതിൽ പാപ്പ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അജ്ഞാതവും കാരുണ്യവുമുള്ള ഹിതത്താൽ മനുഷ്യർക്കിടയിൽ അതിസ്വാഭാവികമായ ഒരു ഐക്യമുണ്ട്. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ഐക്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആണ് ഒരാളുടെ വിശുദ്ധിയുടെ ഗുണം നമുക്ക് ലഭിക്കുന്നു. എങ്ങനെ ലഭിക്കുന്നു? വിശുദ്ധന്മാരുടെയും പരിശുദ്ധാമ്മയുടെയും ഒക്കെ യോഗ്യതകൾ നമ്മൾ കടെടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരുവന്റെ പാപം മറ്റുള്ളവർക്ക് ദോഷവും ചെയ്യും. നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ വിശുദ്ധിയുടെ ഭാഗം പങ്കുപറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ സഹോദരങ്ങൾ പാപം ചെയ്ത് ശുദ്ധീകരിച്ചത് കിടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. വാങ്ങാൻ മാത്രം ഇൻട്രസ്റ്റ് കാണിച്ചാൽ പോരാ, കൊടുക്കാനും ഇൻട്രസ്റ്റ് കാണിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇത് സഭ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. വിജയസഭയ്ക്ക് സമരസഭയെയും സഹനസഭയെയും സഹായിക്കാനായിട്ട് സാധിക്കും. വിജയസഭ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർക്ക്, അവർക്ക് ശുദ്ധീരാത്മാക്കളെയും നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കും. കാരണം അവർ സ്വർഗത്തിലായിരിക്കുന്ന വിജയസഭ ക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുക. അവരെന്ത് ചോദിച്ചാലും ക്രിസ്തു കൊടുക്കും. കാരണം അവർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ളവരാ, ഈശോ പറയുന്ന പോലെ ജീവിച്ചിട്ടുള്ളവരാ. അതുകൊണ്ട് ഈശോയ്ക്കും ഒരു പ്രതിബദ്ധതയുണ്ട്. അവർ ചോദിച്ചാൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് സഹോദരങ്ങളുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ കൂട്ടായിട്ടാണ്. നമ്മൾ വിഷമിക്കണ കണ്ടാൽ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വിശുദ്ധന്മാരോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളതിൻ്റെ മറുപടിയാണിത്. പ്രിയ കൂട്ടുകാരെ, അവരുടെ യോഗ്യത നേടിയെടുത്തതിന് ശേഷവും ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് ക്രിസ്തുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യോഗ്യത നേടിയെടുത്തിട്ട് അവർ സ്വർഗീയ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടതിന് ശേഷവും അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 1-24 അതല്ലേ പറയണേ, ക്രിസ്തുവിന്റെ ശരീരം തന്നെയായ സഭയുടെ സഹനത്തിന്റെ കുറവ് തങ്ങളുടെ ശരീരത്തിൽ നികത്തി.
വല്ല കുറവുണ്ടെങ്കിൽ അവരത് അവരുടെ ശരീരത്തിൽ നികത്തിയിട്ടുണ്ട്. പിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നിരുന്ന അവരൊരിക്കലും വിരമിക്കുന്നില്ല. അവർ പിതാവിനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ അവരുടെ സഹോദര ബന്ധത്തിലൂടെ നീക്കാനും നാം ശക്തി പ്രാപിക്കാനും ഇടയാകുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അവിടെ. ആ ഒരു ഉറപ്പാണ് നമ്മുടെ ഉറപ്പ്. നമ്മൾ ഒറ്റയ്ക്കല്ല. എത്ര വലിയ പാപം ചെയ്താലും അനുതപിച്ചാലും മാപ്പ് കൊടുക്കണം എന്നാണ് സഭയുടെ ഒരു വലിയ ദൗത്യം. എത്ര വലിയ പാപിയാണെങ്കിലും അനുതപിക്കണം, ആഴത്തിൽ അനുതപിക്കണം. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഈ പ്രമാണരേഖ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പറയുന്നുണ്ട്: സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നവരും ശുദ്ധീകരണത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം നേടുന്നവരും ഇപ്പോഴും ഭൂമിയിൽ തീർത്ഥാടകരുമായി കഴിയുന്നവരുമായ വിശ്വാസികൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ശാശ്വതമായൊരു ബന്ധവും എല്ലാ നന്മകളുടെയും സമൃദ്ധമായ ഒരു വിനിമയവുമുണ്ട്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 1475 നമുക്കിത് കാണാം. ഇതാണ് പുണ്യവാന്മാരുടെ ഐക്യം. അപ്പം അതുകൊണ്ട് ഈ പുണ്യവാന്മാരുടെ മധ്യസ്ഥം എതുമാത്രം ശക്തമാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ പാപത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും വിശുദ്ധരുടെയും പിന്നെ പരിശുദ്ധമ്മയുടെയും ക്രിസ്തുവിൻ്റെയും യോഗ്യതകളെ ഒക്കെ എടുത്തുകൊണ്ട് നമ്മളെ സ്വതന്ത്രമാക്കാൻ കർത്താവിൻ്റെ അജപാലകർക്ക് കഴിയും എന്ന വിശ്വാസം നമുക്ക് പണ്ടേ ഉള്ളതാണ്. ഈ ഒരു സഹായം ചെയ്യലിനെയാണ് പിന്നീട് ദണ്ഡവിമോചനം എന്ന പേരോടുകൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ മാത്രം യോഗ്യത കൊണ്ട് ഒരാൾക്കും പരിഹാരമോ ക്ഷമയോ കൊടുക്കാൻ പറ്റില്ല. വിശുദ്ധരുടെ മാത്രം യോഗ്യത കൊണ്ടല്ല ഇത് കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡകളുടെ യോഗ്യതയോട് ചേർന്നിട്ടാണ് ഈ പരിഹാരം അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അല്ലാതെ ഒരു വ്യക്തിയുടെ ഗുണം കൊണ്ട് മറ്റൊരാൾക്ക് പരിഹാരം, ക്ഷമ ഇതൊന്നും കൊടുക്കുമെന്ന് സഭ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ഈ വിശുദ്ധന്മാർക്ക് ദൈവത്തോടുള്ള ഐക്യം ജീവിച്ചിരുന്നപ്പോൾ എന്തുമാത്രമാണ്, അതിൻ്റെ ആഴമനുസരിച്ച് അവരുടെ മധ്യസ്ഥത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി വ്യത്യാസമുണ്ട്. എല്ലാ വിശുദ്ധർക്കും ഒരേ ശക്തിയല്ല. അവർ ദൈവത്തിനോട് ഐക്യപ്പെട്ടതിൻ്റെ ആഴം, പലരും പല രീതിയിലാണല്ലോ ദൈവമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആഴം അനുസരിച്ചാണ് അവരുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി. അപ്പോൾ നോക്കണം, വിശുദ്ധിയുടെ ആഴവും കർത്താവ് നോക്കുന്നുണ്ട്, പാപത്തിൻ്റെ ഓരോ പോയിന്റ് പോലും നോക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ട് തന്നെയാണ് വിധി നടക്കുക. അല്ലാതെ കണ്ണടച്ചിരിക്കുന്നല്ല കർത്താവ്. നീ എന്തുമാത്രം സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധനായിരിക്കാം, പക്ഷേ ആ ഗാഢമായ ഐക്യം മറ്റൊരു വിശുദ്ധന് കൂടുതലുണ്ടാകാം. അതുകൊണ്ടാണല്ലോ ചില കാര്യങ്ങളിൽ ചില വിശുദ്ധരുടെ പ്രാപിക്കാൻ നമ്മൾ അവരുടെ മധ്യസ്ഥം പ്രാപിക്കാൻ പോണത്. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവെന്നല്ലേ പറയണേ. അങ്ങനെ പല വിശുദ്ധരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളാണ്. ഇതാണ് അതിൻ്റെ കാര്യം. അവരുടെ ആ ദൈവവുമായിട്ടുള്ള ആഴം, അതിൻ്റെ ഐക്യത്തിൻ്റെ ആഴം അനുസരിച്ചാണ് അവർക്ക് കൃപകൾ കിട്ടുക. പിന്നെ സഭയുടെ ഭണ്ഡാരത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പങ്കുവെക്കലിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ദണ്ഡവിമോചനങ്ങൾ പല വിധത്തിലുണ്ട്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കേട്ടോ, നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തോളനെ. ദണ്ഡവിമോചനങ്ങൾ പല വിധത്തിലുണ്ട്. ഒന്ന്, ആഗോളവും പ്രാദേശികവുമായ ദണ്ഡവിമോചനങ്ങൾ. ആഗോള ദണ്ഡവിമോചനങ്ങൾ, അതായത് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ്. അതിൻ്റെ അർത്ഥം അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നമുക്ക് നേടാം. ആ ദണ്ഡവിമോചനങ്ങൾ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ട് ആ ദണ്ഡവിമോചനം പ്രാപിക്കാം. അതിനെയാണ് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആഗോള ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ടേ ഈ ദണ്ഡവിമോചനം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ദണ്ഡവിമോചനങ്ങളെ പറയുന്നതാണ് ലോക്കൽ ഇൻ്റലിജൻസ്, അതായത് പ്രാദേശിക ഇൻ്റലിജൻസ്. ഇനി അതുപോലെ നിത്യദണ്ഡവിമോചനങ്ങളും താൽക്കാലിക ദണ്ഡവിമോചനങ്ങളും ഉണ്ട്. നിത്യദണ്ഡവിമോചനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനങ്ങളെയാണ് നിത്യദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുന്നത്. അത് എപ്പോഴും നേടാൻ പറ്റും ആ ദണ്ഡവിമോചനം.
അതിനെ പറയും പെർപെച്വൽ ഇൻ്റലിജൻസ്, അതായത് നിത്യമായി നേടിയെടുക്കാവുന്നത്. ചില നേരങ്ങളിലോ ചില കാലങ്ങളിലോ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ദണ്ഡവിമോചനങ്ങളുണ്ട്. അതിനെ ടെമ്പററി ഇൻ്റലിജൻസ് എന്ന് പറയും. ടെമ്പററി ഇൻ്റലിജൻസ് അതായത് താൽക്കാലിക ദണ്ഡവിമോചനം. അപ്പോൾ അത് ചില കാലങ്ങളിലോ ചില നേരങ്ങളിലോ മാത്രമേ സാധിക്കുള്ളൂ. ഇന്ന ദിവസം ഇന്നത് ചെയ്താൽ അങ്ങനെ വരുമ്പോഴാണ് അത് ടെമ്പററി ഇൻ്റലിജൻസ് ആകുന്നത്. ഇനി പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ പ്ലെനറി ഇൻ്റലിജൻസ് ആൻഡ് ഭാഗിക ദണ്ഡവിമോചനങ്ങൾ പാർഷ്യൽ ഇൻ്റലിജൻസ്. ഈ പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും ഭാഗിക ദണ്ഡവിമോചനങ്ങളും ഉണ്ട്. ഇനി പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഗിക ദണ്ഡവിമോചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ പാപമോചനം എന്ന കൂദാശ വഴി, അതായത് കുമ്പസാരം വഴി നമ്മൾ ക്ഷമ സ്വീകരിച്ചു. ആ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷ, അതായത് ടെമ്പററി പണിഷ്മെൻറ്റ്, ആ താൽക്കാലിക ശിക്ഷ നമ്മൾ ഈ ദണ്ഡവിമോചനം വഴി പൂർണ്ണമായി ഇളച്ച് കിട്ടി. ഇനി അതിനുവേണ്ടി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണ്ട, അങ്ങനെ ശുദ്ധീകരിക്കപ്പെടും ചില ദണ്ഡവിമോചനങ്ങൾ, അതായത് ഈശോ വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ദണ്ഡവിമോചനങ്ങളെയാണ് പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളൊരു പാപം ചെയ്തു, അതിന് താൽക്കാലിക ശിക്ഷയുണ്ട്, അത് ആഴത്തിൽ അനുഭവിക്കണം. അത് ഇനി എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ല. ആഴത്തിൽ അനുദപിച്ച് ആത്മാർത്ഥമായി അനുദപിച്ച് കുമ്പസാരക്കൂട്ടിൽ നിന്നും ഈശോയുടെ ക്ഷമ വാങ്ങിയ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്, ദണ്ഡന. ഈ ജനല ഓർത്താൽ മതി. മാപ്പ് പറഞ്ഞു, കുമ്പസാരക്കൂട്ടി കയറി. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ജനൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ ജനൽ വെച്ച് കൊടുക്കണ്ടേ, അതാണ് പരിഹാരം. അപ്പോൾ അങ്ങനെയുള്ള ആ താൽക്കാലിക ശിക്ഷ ഈ ദണ്ഡവിമോചനം ചെയ്യുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമാണെങ്കിൽ നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ പൂർത്തീകരിച്ച് ഈ ദണ്ഡവിമോചനം പ്രാപിച്ചാൽ ആ ഒരു പാപത്തിന് പിന്നെ കിടക്കണ്ട. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മാതാവിൻ്റെ ഒരു തീർത്ഥ കേന്ദ്രത്തിൽ ഇന്ന ദിവസം പോയി ഇന്ന ഇതുകൾ ചെയ്താൽ നിങ്ങൾക്ക് ദണ്ഡവിമോചനമുണ്ട്, അല്ലെങ്കിൽ പോർസിയങ്കൂള ദണ്ഡവിമോചനം, നിങ്ങൾക്ക് ദണ്ഡവിമോചനമുണ്ട്, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമാണത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണ ദണ്ഡവിമോചനമാണ്. ആ പാപത്തിന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ഇനി ദൈവകരുണയുടെ തിരുനാളിൻ്റെ എന്ന് പറയുന്നുണ്ട് സകല പാപങ്ങളിൽ നിന്ന് മോചനം നേടി രണ്ടാം മാമോദിസയായിട്ട് അത് കണക്കാക്കുന്നത്. അത് അതേറെ ദണ്ഡവിമോചനം. ഇനി ദണ്ഡവിമോചനങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നീട് അടുത്ത പങ്കുവയ്ക്കലിൽ പറയും. അപ്പോൾ ഈ ഒരു ദണ്ഡവിമോചനം, ഒരു പാപത്തിൻ്റെ പൂർണ്ണ ശിക്ഷയിൽ നിന്നാണ് ഈ പൂർണ്ണ ദണ്ഡവിമോചനം ഉപയോഗപ്പെടുത്തുക. അതുപോലെ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് എപ്പോഴും സഭ നിശ്ചയിച്ചിട്ടുള്ളതാണ് പരിശുദ്ധ പിതാവ് സഭയുടെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ മന്മ തൃത്വസ്തുതി. അത് ആ ദണ്ഡവിമോചന പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ചൊല്ലണം, എന്നാലേ അത് കിട്ടുള്ളൂ. ചിലതിന് അങ്ങനെയാണ്. ഇപ്പം ജെർത്രൂദിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ജെർത്രൂദിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് സഭയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ചൊല്ലണം. അപ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. പിന്നെ ഇനി പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് ദണ്ഡവിമോചനങ്ങളും ശരിക്കും പ്രാപിക്കണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷനാണ് ലഘുപാപം പോലും ഉണ്ടാകാൻ പാടില്ല. പാപത്തെക്കുറിച്ചുള്ള ആഴമുള്ള അനുതാപം, കുമ്പസാരം, കുർബാന സ്വീകരണം ഒക്കെ വേണം. ലഘുപാപം പോലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പൂർണ്ണ ദണ്ഡവിമോചനം എളുപ്പമല്ല പ്രാപിച്ചെടുക്കാൻ. അപ്പോൾ ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ ഓഫർ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടിക്കൂടും. എന്നിട്ട് ആ പ്രവൃത്തികൾ അങ്ങോട്ട് ചെയ്യും. ചിലപ്പോൾ ദേവാലയം കയറിയിറങ്ങും എന്നിട്ട് ഇതൊക്കെ ചെയ്യും. പക്ഷെ ഓർക്കണം, നിൻ്റെ മനസ്സിൽ ആരോടെങ്കിലും ഒരു നേരിയ വിഷമമുണ്ടെങ്കിൽ
നിനക്ക് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഓടിക്കൂടുന്നുണ്ട് പൂർണ്ണദണ്ഡ വിമോചനം. പൂർണ്ണദണ്ഡ വിമോചനത്തേക്കാൾ നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആരോടും വെറുപ്പില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ ദണ്ഡവിമോചനങ്ങളുടെ ഫലമൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അതുകൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് എപ്പോൾ പറഞ്ഞാലും അതിൻ്റെ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഹൃദയത്തിൽ ലഘുപാപം പോലും ഉണ്ടാകാൻ പാടില്ല. അതായത് വിശുദ്ധിക്ക് തടസ്സമായിട്ടൊരു നേരിയ ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണദണ്ഡവിമോചനം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൂർണ്ണദണ്ഡവിമോചനം നമുക്ക് കിട്ടുമോ? എനിക്ക് തോന്നിയ കാര്യം പറയാം. മഞ്ചയിൽ വെക്കുന്നത് വരെ, ഈ മഞ്ചപ്പെട്ടിയിൽ മുഖത്തും തുണിയിട്ടിട്ട് നമ്മൾ മൂടുന്നത് വരെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് പൂർണ്ണദണ്ഡവിമോചനം പ്രാപിച്ചെടുക്കാൻ പറ്റുന്നു. ഞാൻ ഈ ശരീരവുമായിട്ട് ഈ ഭൂമിയെ നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് വിഷമങ്ങളും വേദനകളും, പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്കൊരു വേദന കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം ഉണ്ടല്ലോ, ദേഷ്യത്തിൻ്റെ, വിഷമത്തിൻ്റെ, നീരസത്തിൻ്റെ, ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി, പൂർണ്ണദണ്ഡവിമോചനം കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പൂർണ്ണദണ്ഡവിമോചനങ്ങളുടെ പ്രവർത്തികൾ ചെയ്ത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർത്തീകരിച്ച് കാത്തിരിക്കാം ഈശോ എന്തുമാത്രമാണ് നമുക്ക് ദണ്ഡവിമോചനങ്ങൾ തരുന്നത് എന്ന്. അതുകൊണ്ട് പൂർണ്ണദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ധമായിട്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് പൂർണ്ണദണ്ഡവിമോചനം കിട്ടി ഇപ്പം സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കേണ്ട. ദൈവകരുണയുടെ തിരുനാൾ, ശരിക്കും ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പൂർണ്ണദണ്ഡവിമോചനമാണ്. രണ്ടാം മാമോദീസയാണ്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആ പെരുന്നാളിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. 9 നോവേന പൂർത്തിയാക്കി കണ്ടീഷൻസ് പൂർത്തിയാക്കണം. അതിലൊക്കെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ പൂർണ്ണദണ്ഡവിമോചനം ഇല്ല. ഇനി എല്ലാം ചെയ്തു, ഹൃദയത്തിലൊരു വിഷമം എടുക്കുന്നുണ്ട്, ചെറുതായൊരു വിഷമം പണ്ട് കാലത്തെ കഴിഞ്ഞു, പൂർണ്ണദണ്ഡവിമോചനം കിട്ടില്ല. നിരാശപ്പെടണ്ട. നമ്മൾ മനുഷ്യർ ബലഹീനര്, നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ദണ്ഡവിമോചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. തമ്പുരാൻ്റെ കരുണയ്ക്കനുസരിച്ച് നീതിക്കനുസരിച്ചുള്ള ദണ്ഡവിമോചനം കിട്ടും. ഭാഗികമായ ദണ്ഡവിമോചനമായിരിക്കാം. അതിൻ്റെ റേഞ്ച് എത്രയാണ് നമുക്കറിയില്ല. കുറേ ഭാഗിക ദണ്ഡവിമോചനങ്ങൾ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ അത് പിന്നീട് ഒരു പൂർണ്ണ ദണ്ഡവിമോചനമായിട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, ത്ലാസ് പരിഹാരത്തിൻ്റെ തട്ടിൽ ഈ ദണ്ഡവിമോചനമൊക്കെ ഇട്, പല പല ദണ്ഡവിമോചനങ്ങൾ നേടിയെടുത്ത് ഇട്. അങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ അത് താന്ന് പാപത്തിനോട് മാച്ച് ചെയ്ത് പോവും. അപ്പോൾ ഡിലീറ്റായി പോവും നമ്മുടെ പാപത്തിൻ്റെ തട്ട്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനമായിക്കോട്ടെ, ഭാഗിക ദണ്ഡവിമോചനമായിക്കോട്ടെ, എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾക്ക് പറ്റാവുന്ന പോലെ പൂർണ്ണതയിൽ ചെയ്ത് കാഴ്ചവെക്കുക ഈശോയുടെ സഹനത്തോട് ചേർത്ത്. ചിലരുടെ വിചാരമുണ്ട് മാനസാന്തരപ്പെടുന്നു വേണ്ട, ദണ്ഡവിമോചന പ്രവൃത്തികൾ ചെയ്യാം. ഒരാളെ ഉപദ്രവിച്ചു, ചതിച്ചു, വഞ്ചിച്ചു, ക്ഷമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ദണ്ഡവിമോചനം ചെയ്തെടുക്കാം. ദണ്ഡവിമോചനം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാത്തവർക്കുള്ളതല്ല, മാനസാന്തരപ്പെട്ടവർക്കുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ആഴത്തിലുള്ളൊരു അറിവ് അതിനെക്കുറിച്ചുള്ളത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാനസാന്തരപ്പെടണ്ട, അതിന് പകരം ദണ്ഡവിമോചനം ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ദണ്ഡവിമോചനങ്ങളും കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള കുമ്പസാരം വേണം. അപ്പം മാനസാന്തരത്തിന് പകരമല്ലത്, മാനസാന്തരപ്പെട്ടവർക്ക് സഭ തരുന്ന ഓഫറാണ് ഈ ദണ്ഡവിമോചനങ്ങൾ. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ മുണ്ടും പെട്ടിയിൽ നിന്ന് എനിക്കൊരു പ്രാർത്ഥന കിട്ടി. ആ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആവിലായിലെ ത്രേസ്യയുടെ മഠത്തിലുണ്ടായ ഒരു അനുഭവം. അതുപോലെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ മഠത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ മഠത്തിൽ ഒരു കന്യാസ്ത്രീ ഇതുപോലെ മരിച്ച് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ മഠാധിപ ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ കന്യാസ്ത്രീ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണിത്. എല്ലാ ദിവസവും പാപകടങ്ങൾ മോചിക്കപ്പെടുന്ന അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം വഴിയുള്ള ദണ്ഡവിമോചനം എല്ലാ ദിവസവും ഞാൻ നേടിയെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് അധികം ഒരു മിനിറ്റ് പോലും നിൽക്കാതെ, വേണമെങ്കിൽ ഒരു മിനിറ്റോ സെക്കൻഡൊക്കെ നിന്നിരിക്കാം, സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിനും
വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. സ്വർഗ്ഗതുല്യമായ സ്ഥലത്തായിരിക്കാം. അതും പറുദീസ തന്നെയാണ്. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിൽ പല തട്ടുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തെ കാണാവുന്നൊരു സ്ഥലത്തിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം ആ കന്യാസ്ത്രീ വേറെ കുറേ പ്രാർത്ഥനകളൊന്നല്ല ചൊല്ലിയത്, അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം. അപ്പം ആ അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചെയ്യുന്ന തെറ്റിനുള്ള പരിഹാരമാണ് ആ ചെയ്തു പോണത്. അതിൽ കൂടെ കിട്ടുന്ന ദണ്ഡവിമോചനം വളരെ വലുതായിരുന്നു. കാരണം അത് ഞാൻ തെറ്റ് ചെയ്തു പോയി, മാപ്പാക്കണേ, കരുണ കാണിക്കണേ, എളിമയാണ് അവിടെയുള്ളത്, സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണത്. അങ്ങനെ വരുമ്പോൾ അന്നത്തെ തെറ്റ് മുഴുവൻ മോചിക്കപ്പെട്ടു. ആ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്, ഞാനത് പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും അങ്ങയുടെ വത്സല പുത്രനായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും തിരുമുഖവും എല്ലാം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമീൻ. പിന്നെ തൃത്വസ്തുതി. രണ്ടാമത്, നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ നന്മകളിൽ വന്നിട്ടുള്ള അപാകതകളെ അപാകതകൾക്ക് പരിഹാരമായിട്ട്, കുറവുകൾക്ക് പരിഹാരമായിട്ട് പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ്റെ തിരുരക്തം തിരുശരീരം തിരുമുഖവും ഒക്കെ ഞങ്ങൾ തിരുഹൃദയവും പാടുപീടുകളും എല്ലാ ഹൃദയത്തിൻ്റെ എല്ലാ സ്നേഹത്തോടും യോഗ്യതയോടും കൂടെ കാഴ്ചവെക്കുന്നു. ആമീൻ. തൃത്വസ്തുതി. മൂന്നാമത് പറയാണ്, നിത്യപിതാവേ, ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്യാതെ പോയ നന്മകൾക്കുള്ള പരിഹാരമായിട്ട് കാഴ്ചവെക്കുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, നന്മകൾ ചെയ്തു പക്ഷെ അത് കുറെ കുറവുകൾ വന്നു, അതിൻ്റെ പരിഹാരമായിട്ട്, ഇനി നന്മകൾ ചെയ്യാതെ പോയി ഉപേക്ഷിച്ച് കളഞ്ഞ നന്മകൾ, അതിൻ്റെ പരിഹാരമായിട്ട് എന്താ കാഴ്ചവെക്കണേ? പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചയാണ് പുത്രൻ്റെ സഹനം. ആ പുത്രൻ്റെ പാടുപീടുകൾ സകല യോഗ്യതയോടും സ്നേഹത്തോടും കൂടെ ഹൃദയവും തിരുമുഖവും ഒക്കെ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ആ നിമിഷം ആ ദിവസത്തെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ട് അതിൻ്റെ പരിഹാരം കഴിക്കും പിതാവ്. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയോടും സ്നേഹത്തോടും ധ്യാനിച്ചിട്ട് വേണം. ആദരവ്യായമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞതൊന്നും നടക്കില്ല. ജെറുത്രൂദിനോട് അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു വെച്ചത്. കർത്താവ് ഒരിക്കൽ ജെറുത്രൂദിനോട് പറഞ്ഞു, നീ ശുദ്ധീകരണത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ മഠത്തിൽ മരിച്ചുപോയ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ തീയിൽ നിന്ന് ഉയർന്നത് ജെറുത്രൂദ് കണ്ടു. അതിൽ ആൾക്ക് പരിചയമില്ലാത്തവരുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇവർ ചോദിച്ചു, കർത്താവ് ഇതൊക്കെ എൻ്റെ ബന്ധുക്കളാണോ എന്ന്. അപ്പോൾ ഈശോ പറയാണ്, ഞാനാണ് നിൻ്റെ അടുത്ത ബന്ധു, പിന്നെ അപ്പനും ഞാനാണ് നിൻ്റെ അപ്പനും അമ്മയും, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ നിൻ്റെയും ബന്ധുക്കളാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നീ പ്രാർത്ഥിച്ചപ്പോൾ വേറെ ആൾക്കാരെ രക്ഷപ്പെടുത്തി. അതുകൊണ്ടാണ് പറയുന്നത്, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഈ ജെറുത്രൂദിൻ്റെ പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ചൊല്ലിയാൽ 1000 ആത്മാക്കളെ ശുദ്ധീകരിക്കപ്പെടുത്തും. അത് വേറൊരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഓരോ പ്രാർത്ഥനയും സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ചെയ്യണം, ധ്യാനിച്ച് ചെല്ലണം. അതിൻ്റെ വെറുതെ ഇങ്ങനെ വ്യായാമം പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ ശുദ്ധീകരാത്മാക്കളെ കാണണം, അവർ സഹിക്കുന്നത് ഓർക്കണം, അവർ രക്ഷപ്പെടണേ എന്നുള്ള ദാഹത്തോടു കൂടി വേണം ചെയ്യാൻ. എന്നാലേ ആത്മാക്കൾ മോചിക്കപ്പെടൂ. ഇനി സഭ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ സഭയുടെ നിയോഗത്തിനുള്ള സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ തൃത്വസ്തുതിയും ചൊല്ലണം. അപ്പോൾ ഓരോ ദണ്ഡവിമോചനവും സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കണേ, അത് ഓർക്കണം. അതുകൊണ്ട് സഭ നമ്മളോട് നിഷ്കർഷിക്കുന്ന ആ സഭയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ഓരോ പ്രാവശ്യവും ചൊല്ലണം. അപ്പം ജെറുത്രൂദിനോട് ഒരു പ്രാർത്ഥനയെ പറഞ്ഞിട്ടുള്ളോ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ചൊല്ലിയാൽ കർത്താവ് പറയും, നിനക്ക് ഞാനൊരു സഭ തന്നിട്ടില്ലേ, നിന്റെ സഭ എന്താ പറഞ്ഞ് അതാ നീ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഭയുടെ നിയോഗം, കാരണം സഭയുടെ ഐക്യമാണ് ആ നിയോഗം. സഭയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രാർത്ഥന ചെയ്യില്ല, എന്താ കാര്യം? അതുകൊണ്ടാണ് എല്ലാ ദണ്ഡവിമോചനങ്ങളുടെ കൂടെയും സഭയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി നമ്മൾ ചെല്ലുന്നത്. മാർപ്പാപ്പയുടെ നിയോഗം എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ഉടുപ്പ് വാങ്ങാനൊന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അത് സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അത് ചൊല്ലണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയ കൂട്ടുകാരെ, ജെറുത്രൂദിനോട് കർത്താവ് തന്നെ പറഞ്ഞു, ഭക്തിയോടും വാത്സല്യത്തോടും ധ്യാനിച്ചും ചെല്ലുന്ന പ്രാർത്ഥനകൾക്ക് വിലയുള്ളൂ. വെറുതെ സ്നേഹമില്ലാതെ ചെയ്യുന്ന ഈ അധര വ്യായാമത്തിന് ഒരു ഫലവും കിട്ടില്ല. അത് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോഴും എല്ലാം കറങ്ങി കറങ്ങി തിരിഞ്ഞു വരുന്നത്
1 കൊരിന്ത്യസ് 13 സ്നേഹമാണ് സർവോത്കൃഷ്ടം. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ നമ്മൾ കണ്ടു, നിന്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിന്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ വിധിക്കപ്പെടുക. അപ്പോൾ ഇനിയിപ്പോൾ പാവപ്പെട്ട അമ്മാമ്മമാർക്കൊന്നും ഈ ദണ്ഡവിമോചനം അറിഞ്ഞില്ലല്ലോ, അവർ രക്ഷപ്പെടും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണെങ്കിൽ. ഇനി നമ്മൾ ഈ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് കേൾക്കാൻ കർത്താവ് ഇടവരുത്തി. അപ്പോൾ നമ്മൾ ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ ഉപയോഗിക്കണം. 2 കിലോ പയറ്, 1 കിലോ പയറിന് 200 രൂപയാണെങ്കിൽ 2 കിലോ പയർ അവിടെ 100 രൂപയ്ക്ക് കൊടുക്കണു. ഒരു കുഴപ്പമില്ലാത്ത പയറാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ നമ്മൾ പോവില്ലേ? 100 രൂപയ്ക്ക് 2 കിലോ കിട്ടും. ഇത് തന്നെ ദണ്ഡവിമോചനം. അപ്പം അതുകൊണ്ട് നമുക്ക് ദണ്ഡവിമോചനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാം. ദണ്ഡവിമോചനങ്ങൾ കൂടുതൽ നൽകുന്ന പ്രാർത്ഥനകൾ ചൊല്ലാം. അത് വരുന്ന പങ്കുവയ്ക്കലിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് പ്രാർത്ഥന പങ്കുവയ്ക്കുക. ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ഓർക്കാം. എന്താണ് ദണ്ഡവിമോചനങ്ങൾ? നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണിത്. താൽക്കാലിക ശിക്ഷ, നിത്യശിക്ഷ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മുടെ മാലാക എണ്ണി എണ്ണി വെക്കുന്നുണ്ട്. മനുഷ്യരുടെ കണ്ണുകളിയെ നമുക്ക് മറയ്ക്കാൻ പറ്റുള്ളൂ. കള്ളത്തരങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ ഭൂമിയിൽ ഒരു ഏലാനം കണ്ടെങ്കിൽ, ഒരു തലമുടി കൊഴിയുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മാലാക കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ അവസാനം വിളിച്ചു പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഗ്ലോറിയ പോളോ എന്ന് പറയുന്നൊരു ഡോക്ടർ മരിച്ച അവസ്ഥയിൽ മരിച്ചു. അങ്ങനെ ആത്മാവ് പോയി. അപ്പോൾ ഗ്ലോറിയ കണ്ട കാര്യങ്ങൾ, അവിടെ ഒരു മാലാക എന്നൊന്നും പറയുന്നില്ല, ഇങ്ങനെ TV സ്ക്രീനിൽ ഗ്ലോറിയയുടെ പാപം വിളിച്ചു പറയാണ്. മറ്റാരും അറിയാത്ത പാപങ്ങൾ. അന്നൊരു മാലാക വിളിച്ചു പറഞ്ഞു, ഗ്ലോറിയ പോളോ, ഗ്ലോറിയ പോളോ എന്ന് പറഞ്ഞിട്ട് 1500 വ്യഭിചാരം. അപ്പോൾ ഗ്ലോറിയ പറയുന്നുണ്ട്, ഞാൻ 2 പ്രാവശ്യം വ്യഭിചാരം ചെയ്തിട്ടുള്ളൂ, ഈ ബാക്കിയുള്ള വ്യഭിചാരങ്ങൾ എങ്ങനെ വന്നു? ഇത് ശരിയല്ല എന്ന്. അപ്പം മാലാക പറഞ്ഞു, നിന്റെ വ്യഭിചാര കുറ്റം ഞാൻ കാണിച്ചു തരാം, നിന്റെ കണ്ണുകൾ ഞാൻ ഭൂമിയിലേക്ക് അയക്കാം. അപ്പോൾ കാണാണ് ഗ്ലോറിയ പോളോ വൾഗറായിട്ടുള്ള മോശപ്പെട്ട ഡ്രസ്സ് ഇട്ട്, നഗ്നത പ്രദർശിപ്പിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവളെ കാണുന്ന പുരുഷന്മാർ മുഴുവൻ മനസ്സിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആ വിധിക്കുന്ന ആൾ പറഞ്ഞു, നീ കാരണം വ്യഭിചാരം ചെയ്ത ഓരോ മക്കളുടെയും വ്യഭിചാര കുറ്റം നിന്റെ മേലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ ചെയ്ത വ്യഭിചാരത്തിന് നീ പരിഹാരം ചെയ്യണം. കാരണം അതിൻ്റെ ആ റൂട്ട് കിടക്കുന്നത് നിന്നിൽ നിന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ശരീരം നഗ്നത പ്രദർശിപ്പിച്ച് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഇനി നഗ്നത പ്രദർശിപ്പിക്കേണ്ട, ഓവറായിട്ട് ഫിറ്റുള്ളതും മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുമൊക്കെ വസ്ത്രധാരണം ധരിച്ച് നമ്മൾ പോകുമ്പോൾ ഓർക്കണം, അന്ത്യവിധിയിൽ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും ഒരു തെറ്റായ ചിന്ത മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാപത്തിനും കൂടി നീ പരിഹാരം ചെയ്യണം. അതിനും കൂടി നമ്മൾ ഇനി ദണ്ഡവിമോചനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ വ്യാപാരം വളരെ വളരെ ശ്രദ്ധിച്ചു വേണം. അന്ത്യകാലം അടുത്തു കഴിഞ്ഞു. കർത്താവ് വിധിക്കായിട്ട് വരാനുള്ള സമയമായി. എല്ലാ പ്രവചനങ്ങളിലും നമ്മളതല്ലേ കാണുന്നത്, സമയമെടുത്തു. ഗരബന്താൾ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നോക്കിയാണ് മനുഷ്യരെ പിടിക്കുന്നത്. ആകാശത്തൊരു വലിയ അടയാളം കാണും, പൈൻമരങ്ങളിൽ ഒരു സ്ഥിരമായ അത്ഭുതം കാണും. അത് കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പാപത്തിനും പരിഹാരം നമ്മൾ ചെയ്യണം. അപ്പോൾ ദണ്ഡവിമോചനങ്ങളുടെ പ്രസക്തി എന്തുമാത്രം വലുതാണ്. നമുക്ക് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ തന്നെ പരിശോധിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ എന്തൊക്കെയാകും നമ്മുടെ പാപം? അതുകൊണ്ട് സൂക്ഷിക്കാം. ധാരാളം ദണ്ഡവിമോചനങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും മരണം വരെ ചെയ്യാം. പരിഹാരത്തിൻ്റെ തട്ട് താഴട്ടെ, എന്നിട്ട് 2 തട്ടുകളും ഒരുപോലെ ആകട്ടെ. ദൈവം അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.